ഹായ് ഓൾ, ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി ജേഡ് ലിസാർഡാണ്. അതിനായിട്ട് നമുക്ക് ഒബ്സ്ട്രയുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മുടെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. സ്റ്റോക്ക് സെലക്ട് ചെയ്തു. സ്റ്റോക്ക് ഇൻഡെക്സ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫ്യൂച്ചർ മാറ്റി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് കൊടുക്കുക. ഞാനിവിടെ കൊടുക്കുന്നില്ല. നമ്മളൊരു എക്സാമ്പിൾ ജേഡ് ലിസാർഡ് കൊടുക്കുമ്പോൾ തന്നെ ഓൾറെഡി സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ ചെയ്തൊരു എക്സാമ്പിൾ കാണിക്കും. നമുക്കൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ജേഡ് ലിസാർഡ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് സ്റ്റാൻഡേർഡും ഉണ്ട്, റിവേഴ്സും ഉണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് കൊടുക്കാം. സ്റ്റാൻഡേർഡ് കൊടുത്തു. സ്റ്റാൻഡേർഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സെറ്റിങ്സിൽ ജേഡ് ലിസാർഡ് എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജീസിൽ വരുന്ന 3 സെറ്റിങ്സ് ആണ് വരുന്നത്. 3 സെറ്റിങ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ സെറ്റിങ്സ് എടുക്കുന്നത് 7700 കോൾ ഓപ്ഷൻ ബൈ ചെയ്തേക്കാണ്. ഫസ്റ്റത്തെ സെറ്റിങ്സ് ഞാൻ പറഞ്ഞു, നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് തൊട്ടാണ് നമ്മുടെ അനലൈസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു എക്സാമ്പിളിൻ്റെ വേണ്ടിയിട്ട് 7700 കോൾ ഓപ്ഷൻ ഇവിടെ ഒരു സെറ്റിങ്സ് സെല്ല് ചെയ്തേക്കാണ് നമ്മൾ ഈ സ്ട്രാറ്റജി ചെയ്യുമ്പോൾ. അടുത്ത സെറ്റിങ്സിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7600 കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്തേക്കണം. അടുത്ത സെറ്റിങ്സിൽ എല്ലാം ഒരു ലോട്ട് തന്നെയാണ്. അടുത്തതിൽ വരുമ്പോൾ 7400 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തേക്കണം. ഈ 3 സെറ്റിങ്സാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഇതിനകത്ത് 41% വിന്നിങ് റേറ്റ് കിടക്കുന്നത്. മാക്സിമം പ്രോഫിറ്റ് വരുന്നിട്ട് 7362. അത് മാക്സിമം പ്രോഫിറ്റ് ഫിക്സഡ് ആണ്, ഇതിൻ്റെ മുകളിൽ പോവില്ല. പിന്നെ മാക്സിമം ലോസ് വന്നിട്ട് അൺഡിഫൈൻഡ് ആണ്. പിന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടിയേക്കണം 7342 ടു 7658. ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അതായത് 7342 ടു 7658. ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് നിന്നാലാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ട്രാറ്റജി വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,44,000 രൂപയാണ് ഈ സ്ട്രാറ്റജി നമുക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത് ഇത്. ഇനി നമുക്ക് പോയിട്ട് ഇതിൻ്റെ തന്നെ നമുക്ക് റിവേഴ്സ് നോക്കാം. റിവേഴ്സ് നോക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കണമെന്ന് നോക്കാം. റിവേഴ്സ് നോക്കുമ്പോൾ സെയിം സെറ്റിങ്സ് തന്നെയാണ് കിടക്കുന്നത്. ഇതിൽ വരുന്നിട്ട് നേരെ മറ്റേത് എന്താണോ ചെയ്തത് അതിൻ്റെ നേരെ റിവേഴ്സ്. 7400 പുട്ട് ഓപ്ഷൻ ഇവിടെ ബൈ ചെയ്തേക്കായിരുന്നു. പുട്ട് ഓപ്ഷൻ ഇവിടെ ബൈ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ സെറ്റിങ്സിൽ വന്നിട്ട് 7500 പുട്ട് ഓപ്ഷൻ ഇവിടെ സെല്ല് ചെയ്തേക്കണം. മൂന്നാമത്തെ സെറ്റിങ്സിൽ വന്നിട്ട് 7700 കോൾ ഓപ്ഷൻ ഇവിടെ സെല്ല് ചെയ്തേക്കണം. അപ്പോൾ 3 രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന 40% ഇതിൻ്റെ വിന്നിങ് റേറ്റ് കിടക്കുന്നത്. മാക്സിമം പ്രോഫിറ്റ് 8019 രൂപയാണ് മാക്സിമം പ്രോഫിറ്റ്. മാക്സിമം ലോസ് അൺഡിഫൈൻഡ് ആണ്. പിന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടിയേക്കണം 7436 ടു 7764. അതായത് ഇതിൻ്റെ താഴത്തേട്ടും ഇതിൻ്റെ മുകളിലേക്കും പോയാലായിരിക്കും നമുക്ക് ലോസ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ട മാർജിൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,90,000 രൂപയാണ് ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് ഈ സ്ട്രാറ്റജീസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസിൻ്റെ സ്ട്രാങ്കിൾ, സ്ട്രാഡിൽ, സ്പ്രെഡ്, അയൺ ഫ്ലൈ, അയൺ കോണ്ടർ, ഇപ്പോൾ ജേഡ് ലിസാർഡ് ഇത്രയും സ്ട്രാറ്റജി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് സ്ട്രാറ്റജി ഇട്ടിട്ട് നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റെഗുലറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിന്നിങ് റേറ്റ് ഒക്കെ അത്യാവശ്യം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ മാർക്കറ്റ് നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിൽക്കുമോ, അതോ ബൈ സൈഡ് പോവോ, ഒരു അപ്പ് സൈഡ് പോവോ, അതോ ഡൗൺ സൈഡ് പോവോ എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു പ്രഡിക്ഷൻ ചെയ്യാൻ ഒരു ട്രേഡിങ്ങിൽ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഓപ്ഷനായിട്ട് കിടക്കാമുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷനായിട്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം എമൗണ്ട് പെട്ടെന്ന് തന്നെ പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ
ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ ബൈ ചെയ്യാം. പക്ഷേ ഈ സെയിം എമൗണ്ട് നമുക്ക് ഫ്യൂച്ചറിലും ക്യാഷിലും വേണമെങ്കിൽ 1,80,000 രൂപയും 2,00,000 സംതിങ് രൂപയും വരും. അപ്പോൾ നമുക്ക് വെറും 50,000 രൂപ അതിൽ താഴെ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ഇട്ട് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 50,000 രൂപയിൽ തന്നെ റിസ്ക് ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ പ്രീമിയം എമൗണ്ടിൽ തന്നെ റിസ്ക് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഓപ്ഷൻ ഇട്ട് വന്നേക്കാളും മുമ്പ് നമ്മൾ നമ്മുടെ ഈ മാർക്കറ്റിൻ്റെ അനലൈസ്, അതായത് മൂവ്മെൻറ്റിൻ്റെ അനലൈസ് ഏകദേശം നമുക്ക് ആയി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഓപ്ഷൻ ഇട്ട് കിടക്കാമുള്ളൂ. ഞാൻ പറഞ്ഞു, നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്യാഷ് മാർക്കറ്റിൽ ചെറിയ എമൗണ്ട് ഇട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അതിന് ശേഷം മാത്രമേ ഫ്യൂച്ചർ ഇട്ട് ഓപ്ഷൻ ഇട്ട് കിടക്കാമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളിത് നോക്കുക. അപ്പോൾ ഈ സ്ട്രാറ്റജീസുകൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം.